Bikers. Oh. What? Oh shit. Oh. Good morning, my friends. രാവിലെ 6 മണിയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഒരു 23-22 ഡിഗ്രി. കൊച്ചിയിൽ ഈ സമയത്തൊക്കെ ബൈക്ക് എടുത്ത് പോകുന്നത് ഈ ഒരു 2 മാസമല്ലേ പറ്റുള്ളൂ. അപ്പോൾ നല്ല ക്ലൈമറ്റാണ്. അതോടെ ഐ വിൽ ജസ്റ്റ് ഹെഡ് ഓവർ ടു ഫോർട്ട് കൊച്ചി. രാവിലത്തെ ഒരു വൈബ് എന്താണെന്നൊന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. അതൊരു തിരക്കുള്ള സമയം നോക്കാൻ വേണ്ടി. Then I thought why not I go in the morning. ഈ രാവിലത്തെ തിരക്കൊക്കെ ഒന്ന് അറിയാലോ. എന്താ സാധനല്ലേ വോൾവോ. കുളിരൊന്നും ഇവന്. അടുത്ത് കൂടെ റോക്കറ്റ് പോണവരെയാണ് പോയത്. ഒരു 75 കിലോമീറ്റർ. ബ്യൂട്ടിഫുൾ ബസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ അരൂർ തുറവൂർ റോഡ് പിടിക്കാൻ പോയപ്പോഴും എൻ്റെ ഫ്രണ്ടിൽ ഈ വണ്ണസ് തന്നെയായിരുന്നു. പക്ഷെ അത് വോൾവോ ആയിരുന്നില്ല, വേറെ അവരുടെ സാധാരണ ബസ്സായിരുന്നു. പക്ഷെ ദാറ്റ്സ് ഓൾസോ അമേസിങ്. Dedicating this to all the bus lovers out there. എന്താ റോഡ് മോനെ. രാവിലെ ഭയങ്കര ബ്യൂട്ടി കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. കാരണം ഈ ഞാൻ പറയല്ലേ ചെറിയൊരു കോട മയമുള്ളതുകൊണ്ട് ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ബാക്കിലൊരു ട്രക്ക് ചീഞ്ഞ് പാറി വരുന്നുണ്ട്. നല്ല സൈഡാക്കി കൊടുക്കട്ടെ. മോനെ കണ്ടെയ്നറൊക്കെ പോക്കണ്ടില്ലേ. രാവിലെ തന്നെ 70-80 അടിച്ച് കത്തിച്ചാണ് പോണത്. ഓവർ ബ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് റോഡുണ്ട്. നോക്കുമ്പോൾ കയറ്റുമ്പോൾ നോക്കിയെടുത്താൽ മതി. ഇറക്കുമ്പോൾ കാരണം സർവീസ് റോഡിലൂടെയും ചിലപ്പം ചീറിപ്പാഞ്ഞ് വരും. കുണ്ടന്നൂർ ജംഗ്ഷനിലെ രാവിലെ 6:30 തിരക്ക് മോനെ. എൻ്റെ ദൈവമേ. വളച്ചത് അങ്ങോട്ടേക്ക് കയറ്റാൻ നോക്കിയതാ. അതിൻ്റെ ഇടയിലേക്ക് ഭയങ്കര കഷ്ടമായിപ്പോയല്ലോ. അത് അവർക്ക് പറ്റുമോ? പോയി ഹെൽപ്പ് ചെയ്യണോ? സ്ലാബിൻ്റെ മുകളിൽ കയറിപ്പോയി വണ്ടി. ഞാനൊന്നും കൈവച്ചാൽ അതൊന്നും അനങ്ങ് പോലുമില്ല. someone will be there to help for sure. ഇതാണ് NH 966B. എനിക്ക് തോന്നുന്നു ആ പഴയ പേര് NH 17A B എന്നുണ്ടായിരുന്നു. ഇതിന് NH 966B ആണ്. ബേസിക്കലി ഇറ്റ്സ് എ ഷോർട്ട് 8 കിലോമീറ്റർ സ്ട്രെച്ച് നാഷണൽ ഹൈവേ ഫ്രം കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ഐലൻഡ്. ഇതാണ് മോനെ. ട്രക്ക് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അനങ്ങാൻ പറ്റില്ല. പിന്നെ ഫുള്ള് ബ്ലോക്കാവും. രാവിലെ ഈ സമയത്ത് തന്നെ ഒടുക്കത്തെ ബ്ലോക്കാവും ബാക്ക് വരെ. നടുക്കൊരു ഫ്രണ്ടിലൊരു ട്രക്ക്, പുറകിലൊരു ബസ്. പുള്ളിക്ക് ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യണം. ഞാനും ഈ ബൈക്കിലുള്ള പുള്ളിയും ഇതിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് മാതിരി ഇരിക്കുകയാണ്. പുള്ളി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഈ പാലത്ത് നിന്ന് ഓവർടേക്ക് ചെയ്യാൻ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട്. കാരണം ഫ്രണ്ടിൽ വണ്ടി ഉണ്ടാവും. വണ്ടികൾ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. അപ്പോൾ ഇവർ there's no point in trying. ഇടയിൽ കൂടെ കുറേ സ്കൂട്ടറുകാരും എല്ലാവരും കൂടെ ഇടിച്ചിടിച്ച് കയറ്റാൻ നോക്കും. പോയിക്കോ, എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ. ഈ അഹങ്കാരത്തിൻ്റെ വല്ല കാര്യമുണ്ട് കണ്ട. എൻജോയ് ചെയ്യും. ഇതൊക്കെയാണ് കുഴപ്പം. ഇനി എനിക്ക് ചെയ്യാം, കാരണം എനിക്ക് ഐ ഹാവ് സം സ്പേസ്. യെസ്. കായലിലൊക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ ഇറങ്ങി നിന്നിട്ട് സോ അമേസിങ് മാൻ. നല്ല ഭംഗിയാട്ടോ. ഈ റോട്ടിലൂടെ എത്ര പ്രാവശ്യം വന്നാലും മടുക്കൂല മച്ചാനെ. അതുപോലെ പൊളിയാണ് ഈ സാധനം. ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ബാക്കിലുള്ള ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട്, ഫ്രണ്ടിലുള്ള ആൾക്ക് ഹെൽമെറ്റ് ഇല്ല. പുതിയൊരു ട്രെൻഡാണെന്ന് തോന്നുന്നത്. ഇവർ ഇത്രയും ഈ സ്പീഡിൽ പോകുമ്പോഴാണ് ഇവിടുത്തെ ഈ റോട്ടിലുള്ള ഡോഗ്സിനൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു ഇറിറ്റേഷനാണ് ഡോഗ്സിനൊക്കെ. അപ്പോഴാണ് ഇവർ ഈ നമ്മുടെ വണ്ടീൻ്റെ മുകളിലേക്കൊക്കെ ചാടുന്നത്, ഈ സൗണ്ട് കാരണം. ഈ ഹൈവേയിൽ തന്നെ ഇപ്പോൾ റൈറ്റ് സൈഡിലൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഇതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു വാക്ക് വേ ആണല്ലോ ഇവിടുത്തെ. കുറേയൊക്കെ വൃത്തിയാക്കി നല്ല രസമാക്കിയിട്ടുണ്ട്. ഒരുപാട് രാവിലെ ഈ സമയത്തൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നതും എല്ലാം കാണുന്നുണ്ട്. കുറേ കാടായിരുന്നു ഒരു സമയത്ത്, പിള്ളേർ വെട്ടി ലെവലാക്കിയിട്ടുണ്ട്. ബൈക്കേഴ്സ്. വാട്ട്. ഷിറ്റ്. ദൈവം, ഇവനൊക്കെ എന്തുവാണോ ഈ കാണിക്കുന്നത്? നമ്പർ പ്ലേറ്റും ഇല്ല. ഇതടുത്ത് ബാക്കിയുള്ള ആൾക്കാർ സമാധാനമായിട്ട് പോവാണ്, അതും സമ്മതിക്കൂല. സച്ച് ലൂസേഴ്സ്.
ഓ മാൻ, ലുക്ക് അറ്റ് ദിസ് വ്യൂ. രാവിലെ 6:30 ആ സൺ ഇങ്ങനെ പൊന്തി വരുന്നത് കണ്ടില്ലേ? ഇറ്റ്സ് ജസ്റ്റ് ഒരു രക്ഷയില്ല. ബ്യൂട്ടിഫുൾ സ്നാപ്പ്. 7 o'clock rush and the BOT junction. ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്കാണ്, ഫോർട്ട് കൊച്ചി. BOT ജംഗ്ഷൻ, BOT ബ്രിഡ്ജ് കഴിഞ്ഞ് തൊപ്പുംപടി. ഈ റോഡൊക്കെ ടാർ ചെയ്തിട്ടോ. ഇവിടെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പം നേരത്തെ എനിക്ക് കിട്ടിയ ഫുട്ടേജ് മാതിരി ട്രക്കുകാരൻ്റെ തെറ്റാണ്. പുള്ളി ആ പാലത്തുനിന്ന് ഒന്നാമത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അവരെല്ലാവരും ട്രബിൾ, ഫ്രണ്ടിൽ ബൈക്ക് പോകുന്ന കാണുന്നുണ്ട്. ഈ റോട്ടിലൂടെ വണ്ടി ഓടിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, യു ആർ അണ്ടർ സർവെയിലൻസ്. ഒന്നില്ലെങ്കിൽ റോട്ടിൽ ഏതെങ്കിലും ക്യാമറ ഉണ്ടാവും, അല്ലെങ്കിൽ എന്നെപ്പോലത്തെ ആരെങ്കിലും ചിലപ്പോൾ വ്ളോഗ് ചെയ്യുന്നവരായിരിക്കും. ഇവരുടെയൊക്കെ ക്യാമറയിൽ കിട്ടും. ദിസ് ഇസ് ജസ്റ്റ് മൈ 2 cents. അപ്പോൾ ഐ തിങ്ക് ബി വെരി കെയർഫുൾ ഓൺ ദ റോഡ്. അഗൈൻ യു ആർ അണ്ടർ സർവെയിലൻസ്. അപ്പോൾ ഇത് അടുത്ത ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ചെല്ലാനം, റൈറ്റിലേക്ക് ഫോർട്ട് കൊച്ചി. ഇവിടെ നിന്ന് ഇറ്റ്സ് ജസ്റ്റ് 3.7 kilometers. ദാറ്റ്സ് ഇറ്റ്. രാവിലെ കണ്ടില്ലേ, രാവിലെ നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് ഇവിടം വരെ ഇറ്റ് ജസ്റ്റ് ഹാർഡ്ലി ടേക്സ് 25 to 30 minutes. നേരത്തെ എണീക്കണമെന്നേ ഉള്ളൂ. രാവിലെ ജസ്റ്റ് വേക്ക് അപ്പ്, ടേക്ക് യുവർ കാർ, ബൈക്ക്, ഇവിടെ വരിക, അവിടെ പോയി ഒരു 10-15 minutes അല്ലെങ്കിൽ ഒരു half an hour സ്പെൻഡ് ചെയ്യുക. കീപ് യുവർ മൈൻഡ് കൂൾ and come back, do your regular stuff. It will make you feel better. കുട്ടൻ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. മോനെ, ഞാനൊന്ന് പോയിക്കോട്ടെ പ്ലീസ്. ഇവിടുത്തെ രാജാക്കന്മാരാ, കളിക്കാൻ പാടില്ല. നൈസ്, അടിപൊളി. എൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലേ. ഹൗ പ്രസൻറ്റിങ് ടു യു വേലി. ദിസ് ഇസ് വേലി ഗ്രൗണ്ട്. മരങ്ങളൊക്കെ എന്താ ഭംഗിയില്ലേ, എത്ര വർഷം പഴക്കമുള്ള മരങ്ങളാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ടു സീ മാൻ. രാവിലെ ഗ്രൗണ്ട് ഭയങ്കര ആക്റ്റീവാണല്ലോ, കാരണം ഒരുപാട് പിള്ളേരും കളിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് റൈറ്റ് കയറി, അതാ എങ്ങോട്ടാടാ, ഇങ്ങനെ കയറി നമുക്ക് ഇങ്ങനെ പോവാം. എന്താ രസമല്ലേ. ഈ പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോഴാണ്, ഇപ്പോൾ ക്രിസ്മസ് സമയമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി. ഇവിടെ രാത്രി ഭയങ്കര ഇല്ലുമിനേറ്റഡ് ആയിരിക്കും കേട്ടോ. ഒന്ന് രാത്രി ഒന്ന് വന്നു നോക്കണം. ഇതാണ് നമ്മുടെ സാന്റാ ക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക. സച്ച് ആൻ അമേസിങ് ചർച്ച്. ഇറ്റ്സ് എ പ്രിറ്റി ഓൾഡ് ചർച്ച്. എൻ്റെ ഫ്രണ്ടിൻ്റെയൊക്കെ മാരേജ് ഇവിടെ നിന്നാണ്. മാരേജ് അല്ല, എൻഗേജ്മെൻറ്റ് ഇവിടെ നിന്നാണ് നടന്നത്. ഐ ലൈക്ക് ദറ്റ് ചർച്ച്. ഇറ്റ്സ് വെരി ഗുഡ്. ഫ്രണ്ട് എന്ന് പറയുന്ന ആൾ, ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. ഫോർട്ട് കൊച്ചി തന്നെയാണ്, വേളി ഗ്രൗണ്ടിൻ്റെ സൈഡിലാണ് താമസിക്കുന്നത്. ഹീസ് ഇൻ UK നൗ. സോ നൈസ്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ്, ഇതാണ് ടവർ റോഡ്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. മരങ്ങളൊക്കെ എന്താ ഭംഗിയെന്ന് അറിയോ. ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ ടീ ഷോപ്സ് ഒക്കെ ഉണ്ടല്ലോ. ഐ ഡോണ്ട് നോ, ഐ ഹവ് നെവർ ബീൻ ഹിയർ. ഐ മീൻ ടു സേ, ഞാൻ ഇങ്ങനത്തെ കടകളിലൊന്നും കയറിയിട്ടൊന്നുമില്ല. അങ്ങോട്ടേക്ക് പോയി നോക്കാം. ബീച്ചിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നിർത്തി. ദിസ് ഈസ് അവർ ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഇവിടെ നിന്നാണല്ലോ കുറേ ഒരുപാട് ഫോട്ടോഷൂട്ട്സൊക്കെ നടക്കുന്നൊരു സ്ഥലമാണല്ലോ. ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. മൈൻഡ് യുവർ ഡ്രസ്. ഏർലി മോർണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആപ്പിയിട്ടാൽ പണിയാവും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് മലബാർ ഹോട്ടലാണോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. ഡച്ച് സെമിട്രി റോഡുണ്ട്. Just explaining what is happening in Fort Cochin. A lot of foreigners. പണ്ടൊക്കെ ഇതൊന്നും ആയിരുന്നില്ല, ഇതിൻ്റെ അപ്പുറത്തെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ഐ തിങ്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് റെഡ്യൂസിങ്. ഐ ഡോണ്ട് നോ. ഈ ലെഫ്റ്റ് സൈഡിൽ നെഹ്റു പാർക്ക്, അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ. ദിസ് ഇസ് ദ വാട്ടർ മെട്രോ.
ഇവിടുന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ റീച്ച് ദറ്റ് ജങ്കാർ. ഇവിടുന്നാണ് ജങ്കാർ എടുത്ത് നേരെ മെറൈൻ ഡ്രൈവിലേക്ക് പോകുന്ന ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ. ഭയങ്കര ഹെവി ഇതാട്ടോ, സർവൈലൻസ് ആണ് പോലീസ്. ഇത് രാത്രിത്തെ ഇഷ്യൂസൊക്കെ മാനിച്ചിട്ടായിരിക്കും ദേ ജസ്റ്റ് ബ്ലോക്കിംഗ് ഓൾ ദ വേ. So this is what people waiting for Jangar. Already കയറ്റി വണ്ടികൾ നിറഞ്ഞു. ഞാൻ പോകണില്ല, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. എനിക്ക് തിരിച്ച് ഈ റോട്ടിലൂടെ തന്നെ പോകുന്നതാണ് താല്പര്യം. Isn't it nice? So nice. കയറായിരുന്നു, ശരിക്കും സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പ്രിൻസസ് സ്ട്രീറ്റ്. അവിടെ നിന്ന് വൺ വേന്ന് കാണിച്ചിട്ടുണ്ട്, ഞാൻ അതിലൂടെ കയറി പോയത്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ബൈക്ക് റൈഡ്. ആ ഒരു ഇതിൽ അങ്ങ് പോയതാ. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഏർലി മോർണിംഗ് ഉണ്ടല്ലേ, ഭയങ്കര കാലി. ഇതാണ് പ്രിൻസസ് സ്ട്രീറ്റ് ഇപ്പോൾ വന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഐ എം ജസ്റ്റ് വെരി ഹാപ്പി ദാറ്റ് ഐ വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. I took my bike and came out. I really enjoyed this ride. If you like the content, please subscribe. Thanks again. Goodbye. Adios. A few moments later. എന്തോ കാണിക്കുന്നേ, കാണുന്നില്ല ഈ ചെങ്ങായിക്കൊക്കെ.